ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. നുറുക്ക് ഗോതമ്പ് ഉപയോഗിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു യമ്മി കലത്തപ്പം എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നൊന്ന് നോക്കിയാലോ. നുറുക്ക് ഗോതമ്പ് ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ അടിപൊളി കലത്തപ്പം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമ്മളിവിടെ 2 വലിയ അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കരയൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് 1 ഗ്ലാസ് അളവിലുള്ള വെള്ളം കൂടി ഈ ശർക്കരയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഈ ശർക്കര നന്നായിട്ടൊന്ന് മെൽട്ടാക്കിയെടുക്കാം. ഏകദേശം ഒരു 3 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ശർക്കര ഇവിടെ നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കര പാനി ഒന്ന് നന്നായിട്ട് അരിച്ചെടുത്ത് ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. വീണ്ടും നമുക്ക് പാൻ ഒന്ന് ചൂടാക്കാം. പാന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള ഗീ ഇട്ട് കൊടുക്കാം. ഗീ നന്നായിട്ട് മെൽട്ടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ചധികം തന്നെ തേങ്ങാക്കൊത്ത് കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ തേങ്ങാക്കൊത്ത് ഗീയിലിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്ത് പകുതി മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 5-6 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നുറുക്ക് ഗോതമ്പെല്ലാം ഇപ്പോൾ റേഷൻ കടകളിൽ നിന്നും ഇഷ്ടം പോലെ ലഭിക്കുന്നുണ്ടെന്നറിയാം. അടുത്ത തവണ നുറുക്ക് ഗോതമ്പ് കിട്ടുന്ന സമയത്ത് ഈ ഒരു റെസിപ്പി ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാകും. ഇപ്പം നമ്മുടെ ചെറിയ ഉള്ളിയും തേങ്ങാക്കൊത്തും അത്യാവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളിവിടെ ഏകദേശം ഒരു 1/4 കിലോ നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഈ നുറുക്ക് ഗോതമ്പ് നമ്മൾ കഴുകിയതിന് ശേഷം 5 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതിനുശേഷം ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1/4 ബൗളോളം ചോറും 1/4 ബൗളോളം തേങ്ങ ചിരവിയതും കൂടിയാണ്. ഇതെല്ലാം നമുക്കിനി ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. സൂചി ഗോതമ്പും ചോറും തേങ്ങ ചിരവിയതും കൂടി നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കലത്തപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി 3-4 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ ശർക്കര പാനി ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബ്ലെൻഡർ അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കലത്തപ്പത്തിന്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സി ജാറിൽ നിന്നും ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിലുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിലുള്ള ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് മൂപ്പിച്ചെടുത്തിട്ടുള്ള തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും കൂടി പകുതി മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ബാറ്റർ മുഴുവനായിട്ടും ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാന് നമ്മൾ 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ചൂടാക്കിയിട്ടുണ്ട്. അല്പം ഗീ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ മുഴുവനായിട്ടും ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. 2 മിനിറ്റ് കഴിയുന്ന സമയത്ത് നമുക്കിതൊന്ന് തുറന്ന് ബാക്കിയുള്ള തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും കൂടി ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് പാൻ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ കലത്തപ്പം കുക്കാകാൻ വേണ്ടി വെച്ചിട്ട് ഏകദേശം ഒരു 25 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ കലത്തപ്പം ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടാണ് വന്നിട്ടുള്ളത്. തൊട്ട് നോക്കിയാൽ അറിയാം, ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. നമ്മുടെ കലത്തപ്പം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ അടിപൊളി കലത്തപ്പം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.